നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ദേഷ്യമാണോ അതോ പിണക്കാണോ? പിന്നെ ചുറ്റി കൊണ്ടടിച്ച ആണിക്ക് ദേഷ്യം വരില്ലേ? ഇനി ആണി കയറിയില്ലെങ്കിൽ ചുറ്റിക പിണങ്ങില്ലേ? എടി മണ്ണുണ്ണി, ഞാൻ ചോദിച്ചതേ ഇതിനെ പറ്റിയല്ല. പിന്നെ എന്തിനെ പറ്റി വിശാൽ സാറ് ചോദിച്ചത്? നീ ആ ലീഗൽ പേർപ്പസ് എല്ലാം ഓയിലിൽ പെരട്ടിയപ്പോ ഞാൻ എല്ലാവരുടെ മുന്നിൽ വെച്ച് നിന്നെ വഴക്ക് പറഞ്ഞില്ലേ? അതിനെന്നോട് ദേഷ്യമുണ്ടോന്ന് ഞാൻ ചോദിച്ചത്. വിശാൽ സാറിനോട് എനിക്ക് ഒരു ദേഷ്യമില്ല. എനിക്ക് എന്നോട് തന്നെയാ ദേഷ്യം. ഞാനല്ലേ ബുദ്ധിമോശം കാണിച്ചത്. എനിക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയാത്തോണ്ട് പറ്റിപ്പോയതാ വിശാൽ സാർ. റൊമാൻസ് സീൻ ഡയറക്റ്റ് നോക്കാൻ പാടില്ല. ഒളിഞ്ഞു നോക്കുന്നതാ അതിന്റെ ഒരു സുഖം. ഞാനും പെട്ടെന്നുള്ള ദേഷ്യത്തിൽ അങ്ങ് പറഞ്ഞു പോയതാ. ആ ദേഷ്യം മാറ്റാനേ ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? പറയൂ. അതിനെ എന്ത് ചെയ്യണം? വിശാൽ സർ, ദേ ഇങ്ങനെ സംസാരിച്ചിരുന്നാലേ ആണി ഭിത്തിയിൽ കയറില്ല. അതിനെ ആദ്യം ഈ പിണക്കം മാറണ്ടേ? ആ, നിന്നെ സഹായിക്കാമെന്ന് എന്നെ പറഞ്ഞാ മതിയല്ലോ. ഇവിടെ ഇന്ന് ഞാൻ ജാസ്മിൻ എന്തിനാടി ജാസ്മിന്റെ കാലിൽ നീ ഹാമർ ഇട്ടത്? മനപ്പൂർവ്വം ഇട്ടതല്ല അപ്പച്ചി, കയ്യിന്ന് അറിയാതെ താഴെ വീണു പോയതാ. ആര് പറഞ്ഞു? നീ മനപ്പൂർവ്വം തന്നെ ഇട്ടത്. നുണച്ചി, നുണ പറയുന്നോ? ഇങ്ങനെ വന്നല്ലറിയ ആരായാലും പേടിച്ചു പോകും. പിന്നെ എന്റെ കയ്യിൽ നിന്ന് ഹാമർ വീണത്, അല്ലാതെ പാർവതിയുടെ കയ്യിൽ നിന്നല്ല. അവളെ വഴക്ക് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പോട്ടെ. അത് ശരിയാ, എന്തൊരു അലർച്ചയായിരുന്നു, രാക്ഷസികളെ പോലെ. അത് കേട്ടാൽ ആരായാലും പേടിച്ചു പോവും. എന്തിന്? ഞാൻ വരെ ഞെട്ടിപ്പോയില്ലേ? നീ എന്തിനാ വിശാൽ ഇവളുടെ കൂടെ നിന്ന് ആണി അടിക്കുന്നേ? പാർവതിക്ക് ആണി അടിക്കാൻ അറിയില്ലായിരുന്നു, ഞാൻ സഹായിച്ചു. അയ്യോ, അതിലെന്താ ഇപ്പൊ തെറ്റ്? അതിന് എന്നെയോ ഗാർഗിയോ വിളിക്കായിരുന്നില്ലേ? നീ എന്തിനാ ഇവളെ ഹെൽപ്പ് ചെയ്യാൻ നടക്കുന്നേ? അയ്യോ, എന്നെ ഇതിലേക്കൊന്നും വലിച്ചിഴക്കല്ലേ. ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചു പൊയ്ക്കോട്ടെ. ആന്റി, എന്നെ വിളിക്കായിരുന്നില്ലേ? ഞാൻ ഫ്രീ ആയിട്ടിരിക്കാ. ഞാൻ ഹെൽപ്പ് ചെയ്യില്ലായിരുന്നോ? ഇത് മനഃപൂർവ്വം തന്നെ ആന്റി. നിങ്ങളെ എന്താന്ന് വെച്ചാ ചെയ്യാ, ഞാൻ പോവാ. പിടിച്ച നിന്റെ കൈക്ക് എന്തെങ്കിലും പറ്റിയോ? നിന്നെ ആരെങ്കിലും ബൊമ്മയായിട്ട് കണ്ടാ ഞാൻ മിണ്ടാതിരിക്കോ? എല്ലാത്തിന്റെ തൊലി ഞാൻ ഒരുക്കില്ലേ? ഈ പറച്ചിലല്ലാതെ ഒന്നും പ്രാവർത്തികമാവുന്നില്ലല്ലോ ആന്റി. പാർവതിയുടെ തൊലിയിരിക്കല്ല വേണ്ടത്,
ഷവർമ ഉണ്ടാക്കാൻ ചിക്കൻ കറക്കുന്നത് പോലെ പൊരിക്കണം. എന്റെ പൊന്നെ, നീ ഇങ്ങനെ നിസ്സാര കാര്യത്തിനൊക്കെ ടെൻഷൻ അടിക്കല്ലേ. ഈ ചെറിയ വിഷയങ്ങൾക്കൊക്കെ ഇങ്ങനെ ഫീലായ വലിയ വലിയ വിഷയങ്ങൾ നിന്റെ ലൈഫിലുണ്ടായാൽ നീ എന്ത് ചെയ്യും? ഒന്നുമില്ലെങ്കിലും നീ അമേരിക്കയിൽ നിന്ന പെൺകുട്ടിയല്ലേ. ആ ബോൾഡ്നെസ് നീ കാണിക്കണ്ടേ? നിനക്ക് ആ ദരിദ്രവാസി പാർവതിയെ ഈ വീട്ടിൽ നിന്ന് തുരത്താൻ പറ്റും. നിന്നെ കൊണ്ടേ അത് പറ്റൂ. അതുകൊണ്ട് ടെൻഷൻ മാറ്റി ബോൾഡ് ആവണം. ഞാൻ ബോൾഡൊക്കെ തന്നെ ആന്റി. ഞാനേ ഇവിടെ ബോൾഡ് ആയിട്ടുള്ളൂ. വിശാലും പാർവതിയും ചേർന്ന് കൊഞ്ചിക്കൊഴഞ്ഞ് ആണി അടിക്കുന്ന കണ്ടപ്പോ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട് നിനക്ക് ഈ ഐഡിയ ട്രൈ ചെയ്തൂടാ? എന്താ ഐഡിയ ആന്റി? ഒന്ന് തെളിച്ച് പറ. ഇനി നീ ഒരു വക്കീലിന്റെ മോളല്ലേ. നിനക്ക് ഞാൻ ഉദ്ദേശിച്ച ഐഡിയ മനസ്സിലായില്ലേ? നല്ലതുപോലെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ പോവാ. ആന്റി, വിശാലുമായിട്ട് എങ്ങനെയെങ്കിലും ഒരു റൊമാൻസ് സീൻ ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ വിശാലിന്റെ മനസ്സിൽ കയറി പറ്റിയിട്ട് പാർവതിയെ ഈ വീട്ടിൽ നിന്ന് തുരത്തണം. അതുവരെ ഈ ജാസ്മിന് വിശ്രമമില്ല. ഇരിക്കും മുത്തശ്ശ. ഇരുന്നു. മോളെ പാർവതി, ആ, എനിക്ക് കടുപ്പത്തിലൊരു ചായ കിട്ടിയാ കൊള്ളായിരുന്നു. ഇപ്പൊ കൊണ്ടുവരാം മുത്തശ്ശ. ചായ മാത്രം ആക്കണ്ട, കുറെ പലഹാരങ്ങളോട് കൊടുക്ക്. ഇരിക്ക. സുഖവാസത്തിന് വന്നിരിക്കല്ലേ, തിന്ന് കൊഴുക്കട്ടെ. എന്തിനാ അപ്പച്ചി ഇദ്ദേഹത്തെ ഇങ്ങനെ വെറുതെ ആക്ഷേപിക്കുന്നേ? വയസ്സിന് മൂത്ത കാഴ്ചയില്ലാത്ത ഒരു പാവ മനുഷ്യനല്ലേ. നീ എന്നെ ഉപദേശിക്കാൻ വരരുതെന്ന് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആണിയടി മഹോത്സവം കഴിഞ്ഞിട്ട് നീ ഉപദേശിക്കാൻ ഇറങ്ങിയിരിക്കുകയാണോ? എന്താ ആന്റി, എന്താ പുതിയ ഉപദേശം? ഈ കണ്ണ് കാണാൻ വയ്യാത്തവനോട് താണ വണങ്ങി വേണം ഞാൻ സംസാരിക്കേണ്ടതെന്ന്. പിന്നെ അങ്ങനെയല്ലേ വേണ്ടത്. തിരുവിതാംകൂർ മഹാരാജാവല്ലേ. പഞ്ചപുച്ഛം അടക്കി ഓച്ചാനിച്ച് നിക്കണം. ദേ, ഒരു കാര്യം ഞാൻ പറയാം. ഈ കൂളിംഗ് ഗ്ലാസും വെച്ച് കമ്പിവടിയുമായിട്ട് ഈ വീട്ടില് തേരാപ്പാര നടന്നേ ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി വെക്കരുത്, പറഞ്ഞേക്കാം. അത് മാത്രമല്ല, ലക്ഷങ്ങള് വില വരുന്ന ആന്റിക് ഐറ്റംസ് ആണ് ഈ വീട്ടിലുള്ളത്. തപ്പിത്തടഞ്ഞ അതൊക്കെ പൊട്ടിച്ചാലേ ആര് സമാധാനം പറയും? അതുകൊണ്ട് മോളെ പാർവതി, നീ ഇയാളെ എവിടെയെങ്കിലും കൊണ്ടുപോയി കെട്ടിയിടാൻ നോക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.